എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. നോ ഫേസ് എന്നുള്ളൊരു നമുക്ക് തോന്നുന്നില്ല, എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ പെർഫോമൻസ് വൈസ് രാഷൻ മാധവൻ എന്ന് നമുക്ക് പെർഫോമർ നന്നായിട്ട് അറിയാം. പരിപാടിയാണെന്നുണ്ടെങ്കിൽ അടിപൊളി, നല്ല ഡയറക്ഷനാണ്. രാജേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ പടത്തിലെ പോലെ. പക്ഷേ നിങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്യില്ല അവരെല്ലാം പുതുമുഖങ്ങളാണെന്ന്. അത് രാജേട്ടനാണല്ലോ ഡയറക്ടർ. ജോണർ വർക്കായോ? അത് ചർച്ച ചെയ്യപ്പെടുന്ന ജോണർ തന്നെയാണ്. എല്ലാവരും കാണുക. എങ്ങനെ ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ട് പുള്ളിയുടെ? ഡയറക്ഷൻ ഒന്നും അല്ല, എനിക്ക് പേഴ്സണലി ഭയങ്കര it was a very deep movie with a very deeply visualized direction. He's a gem. അതിന് വെളിവുള്ള ഒരു പട്ടി മാത്രം അതാണ് പടത്തിന്റെ തീവ്. ആ അടിപൊളി രാജേഷിന് ബുദ്ധിപരമായിട്ട് പടം ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. ഒരു വെറൈറ്റി മേക്കിംഗ് കേട്ടോ. എന്നുവെച്ചാൽ എല്ലാവർക്കും പിടിക്കണം നല്ല വെറൈറ്റി മേക്കിംഗ്. അപ്പോൾ നന്നായിട്ട് രാജേഷ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. എല്ലാവരും ഗംഭീരമാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ടെക്നിക്കലിയും അല്ലെങ്കിൽ പെർഫോമൻസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അതുപോലെ രാജേഷിൻ്റെ ഡയറക്ഷൻ, രവിചേട്ടൻ്റെ എഴുത്ത് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നമ്മൾ കാണാത്തൊരു ടറേൻ, അവിടുത്തെ കുറേ ആൾക്കാർ, അത് ഒരു പുതു അനുഭവം തന്നെയാണ്. ഭയങ്കര രസമാണ്. പിന്നെ തീർച്ചയായിട്ടും വർക്കാവും, നന്നായിട്ട് വർക്കാവും. രസമായിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അങ്ങനെ ഒരു നോ ഫേസ് എന്നുള്ളൊരു നമുക്ക് തോന്നുന്നില്ല, എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ പടത്തിൻ്റെ രാജേഷിൻ്റെ മേക്കിംഗ്. രാജേഷിൻ്റെ ടേസ്റ്റ് നമുക്കറിയാം എന്താണെന്നുള്ളത്. പിന്നെ രാജേഷ് സുഹൃത്താണ്, അപ്പോൾ അറിയാം ആളുടെ ഒരു സ്റ്റൈൽ അറിയാം. ഇത്രയും ആൾക്കാർ, പുതിയ ആൾക്കാരെ വെച്ചിട്ട് വെരി നൈസ്. തീർച്ചയായും അത് സെക്കൻഡ് ഹാഫ് എല്ലാവർക്കും വർക്കാണ്. ആദ്യത്തെ ഹാഫ് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടെന്നല്ല. പക്ഷേ പെർഫോമൻസ് വൈസ് നല്ലതാ, ആബ്സല്യൂട്ട്ലി ഫൈൻ, ബ്രില്യൻറ്റ്. അതിൻ്റെ റിവ്യൂസ് ഒക്കെ കണ്ടല്ലോ IFFKയിലും. ഇത് പ്രൊഡ്യൂസർ സന്തോഷ് കുരുള, പ്രൊഡ്യൂസർ തന്നെയാണ്. ഇതിൻ്റെ അക്ലെയിമും ഒക്കെ നമുക്ക് നേരത്തെ ഗോവ ഫിലിം ഫെസ്റ്റിവലും IFFKയിൽ കിട്ടിയതല്ലേ. ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റിയൽ ലൈഫായിട്ട് നമ്മൾ അങ്ങനെ കാണുന്നൊരു കുറേ ക്യാരക്ടേഴ്സാണ്. മെയിനായിട്ട് നമുക്ക് എല്ലാം പുതുമുഖങ്ങളാണ്. ഒരു പാലക്കാടൻ നേർജീവിതം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് പാലക്കാടൻ നേർജീവിതം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് രാഷൻ മാധവൻ എന്ന് നമുക്ക് പെർഫോമർ നന്നായിട്ട് അറിയാം. ഈവൻ പ്രകമ്പനത്തിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും ഒരു ഫിലിം മേക്കറിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് നമ്മൾ ഒരു കൗതുകം ഉണ്ടായിരുന്നു. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ അഭിനയിച്ച എല്ലാവരും, പ്രത്യേകിച്ച് ഇതിനകത്ത് അമ്മ ക്യാരക്ടേഴ്സ് ചെയ്തുള്ള രണ്ടുപേരും ഭയങ്കര രസമായിരുന്നു. ഒരു നിഷ്കളങ്കത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ 100 പുതുമുഖങ്ങളും 400 മൃഗങ്ങളും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്രയും ആളുകളെ ഉപയോഗിച്ച് എങ്ങനെ ഇങ്ങനെ ഒരു സിനിമ വർക്കൗട്ട് ആക്കുക എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ നന്നായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും പുതുമുഖങ്ങളെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സിനിമ എടുത്തതെന്നുള്ള ഒരു ചിന്ത നമുക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ വളരെ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നെറ്റ്ഫ്ലിക്സ് പോലൊരു പ്ലാറ്റ്ഫോം റിലീസിന് മുന്നേ തന്നെ ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇവിടെയുള്ള ഒരു വലിയ പടങ്ങൾ പോലും അങ്ങനെ എടുക്കാറില്ല അവർ. അപ്പോഴാണ് ഇതുപോലെ പുതുമുഖങ്ങൾ മാത്രം അഭിനയിച്ച ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് റിലീസിന് മുമ്പ് തന്നെ പർച്ചേസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ചിരുന്നു. അതെന്തായാലും നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സിനിമകളും മനസ്സിലാവും, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമ നന്നായി വന്നിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ കുത്തിരി സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊരു കൂട്ടം ചെറുപ്പക്കാരുടെയും കുറേ അമ്മമാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ സിനിമയാണ്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടും. ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ പരിപാടിയാണെന്നുണ്ടെങ്കിൽ അടിപൊളി, ഒരു രക്ഷയില്ല. പെർഫോമൻസ് ആണ് ഇതിൻ്റെ കോറായിട്ട് കിടക്കുന്നത്. എല്ലാവരും പുതിയ ആൾക്കാരാണ്. ഒരാൾ പോലും അങ്ങനെ വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരല്ല. കാസ്റ്റിങ്ങിൽ നമ്മുടെ സതീഷ് പുളിക്ക പുള്ളി നല്ല പണിയെടുത്തിട്ടുണ്ട്. 2000 ആൾക്കാരെ കണ്ടതിന് ശേഷം അതിലേക്ക് സോർട്ട് ഔട്ട് ചെയ്ത് അടിപൊളിയായിരുന്നു. രാജേഷിന്റെ നമുക്ക് ഒരുപാട് സിനിമകളിലൂടെ അഭിനയം പ്രകടനം അറിയാം. അതെ, പുള്ളി എല്ലാം നമ്മുടെ കുമ്പളങ്ങിയുടെ ആണെന്നുണ്ടെങ്കിലും പല പടങ്ങളിലെല്ലാം അസോസിയേറ്റ് ആയിട്ട് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത്, ബിലീഷ് പോത്തൻ്റെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുത്തുണ്ട്. പുള്ളി ഡയറക്ടർ ആവാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു പുള്ളി കൈൻഡ് ഓഫ് സാധനം അങ്ങനെ വന്നിട്ടില്ല എന്ന് തന്നെയാവും. ഇത്രയും മൃഗങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും പുതിയ ആൾക്കാരിന് ഇത്രയും രസത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ ഇനി വരാൻ പോകുന്ന ഒരുപാട് സിനിമകളിൽ ഇവരെല്ലാവരും ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ഭയങ്കര കൈയിടിയിരുന്നു. എല്ലാ കോമഡികളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഫ്രഷ് എക്സ്പീരിയൻസ് ആണ്. നല്ല ഡയറക്ഷനാണ്. രാജേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വർക്കാവുന്നൊരു ജോണർ തന്നെയാണ്. പക്ഷെ എനിക്കൊന്ന് കുറച്ചുകൂടി ആളുകൾ സംസാരിച്ചിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ പടം
ഭയങ്കര ഒരു സക്സസ് ആവേണ്ടതാണ്. പുതുമുഖങ്ങളാണല്ലോ ഇതിനകത്ത് കൂടുതൽ അഭിനയിച്ചത്. അപ്പൊ അവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ്? അവരുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. അതിഗംഭീര പെർഫോമൻസ് ആണ് എല്ലാവരും. കാരണം ഒരു പുതുമുഖങ്ങളാണെന്നുള്ള യാതൊരുവിധ ഒരു പ്രശ്നങ്ങളും ഇല്ല. അതിൽ ഏറ്റവും കൂടുതൽ കയ്യടി കൊടുക്കേണ്ടത് ഇതിൻ്റെ കാസ്റ്റിംഗ് ടീമിനാണ്. അവർ ഭയങ്കര ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് നടത്തിയിട്ടുള്ളത്. എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ്. അടിപൊളി പെർഫോമൻസ് ആണ് എല്ലാവരും. ഇതിന്റെ ടെക്നിക്കൽ ടീമും ബാക്കി കാര്യങ്ങൾ സിനിമാറ്റോഗ്രാഫി ടെക്നിക്കൽ ടീമിനെ പറ്റി ഭയങ്കര അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരും ആക്ടേഴ്സൊക്കെ പുതിയ ആൾക്കാരാണെങ്കിലും ടെക്നിക്കൽ ടീമൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ചമനായാലും ഭയങ്കര സിനിമോട്ടോഗ്രാഫി സൗണ്ട് ചെയ്തേക്കുന്നത് എല്ലാവരും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിനൊന്നും യാതൊരുവിധ കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഭയങ്കര ഗംഭീര ടെക്നിക്കൽ സൈഡാണ്. നടക്കട്ടെ, സക്സസ്ഫുൾ ആയി നടക്കട്ടെ. എൻ്റെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ പടത്തിലെ പോലെ. അത് നല്ലൊരു ചോദ്യമായിരുന്നു. പടം കണ്ടു കഴിയുമ്പോൾ നിൽക്കുന്നത് മനസ്സിലാവും. താങ്ക് യു സോ മച്ച്.